ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 19-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിയമങ്ങൾ നൽകുന്നു, അത് സ്വീകരിക്കുവാൻ നീ മലമുകളിലേക്ക് കയറി വരണം. അതിനുവേണ്ടി ജനത്തെ നീ ശുദ്ധീകരിക്കണം. 2 ദിവസം അവരെ ശുദ്ധീകരിക്കുകയും 3-ാം ദിവസം ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതനുസരിച്ച് ജനമൊക്കെയും ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടു. 20-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം 10 കൽപ്പനകളെ ഇസ്രായേൽ ജനത്തിന് നൽകുന്നതാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഇതാണ് ന്യായപ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മോശയുടെ കാലം മുതലുള്ള കാലത്തെ ന്യായപ്രമാണ യുഗമെന്നാണ് അറിയപ്പെടുന്നത്. ഇതുവരെ ഏതൊക്കെ നിയമങ്ങൾ പാലിക്കാൻ പാടില്ല എന്നൊരു നിയമം ദൈവം മനുഷ്യന് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വ്യക്തമായി ദൈവം ആ നിയമം മനുഷ്യന് നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. 1-ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനൊഴികെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ഇസ്രായേലിൽ അവർ ചെല്ലുന്നതായ കനാൻ ദേശത്ത് ജാതികളുടെ ഇടയിൽ അനേക ദൈവങ്ങളെ അവർ ആരാധിക്കുന്നുണ്ട്. കല്ലുകൾ കൊണ്ടും ബിംബങ്ങൾ കൊണ്ടും ഒക്കെ ധാരാളം ദൈവത്തെ ആരാധിക്കുന്ന സാഹചര്യത്തിലാണ് പറയുന്നത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, നിന്നെ വിടുവിച്ച ദൈവം ഞാനാണ്. 2, മേലാകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലും ഒന്നിൻ്റെയും പ്രതിമയുണ്ടാക്കി ദൈവമെന്ന് വിചാരിച്ച് അതിനെ ആരാധിക്കുവാൻ പാടില്ല. കനാന്യരുടെയും മറ്റു വിജാതികളുടെയും ഇടയിൽ അപ്രകാരം ധാരാളം ആരാധന നടന്ന സാഹചര്യത്തിലാണ് സത്യദൈവം സൃഷ്ടവസ്തുക്കളിലല്ല ദൈവം നിൽക്കുന്നത്. ദൈവമാണ് ഇവയൊക്കെ സൃഷ്ടിച്ചത് എന്നുള്ള വലിയ ബോധ്യത്തോടെ അതിനൊക്കെ ഉപരിയായ ദൈവത്തെ അറിയുന്നതിനുള്ള ഒരു വലിയ കൽപ്പനയാണ് അവർക്ക് നൽകുന്നത്. എന്നാൽ നമുക്കറിയാം, പിന്നീട് മുന്നോട്ട് ചെല്ലുമ്പോൾ സംഖ്യാപുസ്തകം വരുമ്പോൾ പിതൃസർപ്പത്തെ ഉണ്ടാക്കുവാൻ യഹോവയായ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ആയതുപോലെ കെരൂബുകളുടെ രൂപം ഉണ്ടാക്കുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ അവിടെയുള്ളതായ കഥകളിലൊക്കെയും വൃക്ഷങ്ങൾ, പഴങ്ങൾ, പൂക്കൾ എന്നിവയുടെയൊക്കെയും രൂപം കൊത്തിവെക്കുന്നുണ്ട്. അതൊന്നും ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്നതിനല്ല, ഒക്കെ പ്രതീകാത്മകമായി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെയൊന്നും ആരാധിക്കുവാനല്ല മനുഷ്യൻ സൃഷ്ടിച്ചത്. എന്നാൽ അവയെ ഓർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീകാത്മകമായിട്ട് മാത്രം ചെയ്യുന്നതാണ്. പ്രതീകാത്മകമായി പല കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ തന്നെ ആരാധിക്കുന്നതിനല്ല. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു രൂപത്തിൽ നമ്മൾ മാല ചാർത്തുമ്പോൾ അവിടെ ഗാന്ധിജി എന്ന വ്യക്തിയാണ് ഓർക്കുന്നത്, അല്ലാതെ ആ കല്ലുകൊണ്ട് വെച്ച രൂപത്തെ അല്ല നമ്മൾ അവിടെ ഓർക്കുക. അദ്ദേഹത്തോട് ബഹുമാനാർത്ഥം നമ്മളത് എന്നും മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ പതാകയുടെ മുമ്പിൽ നിന്ന് നമ്മൾ സല്യൂട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ജനത്തെയും ഇന്ത്യ രാജ്യത്തെയും ഉള്ള സ്നേഹമാണ് നമ്മൾ കാണിക്കുക, അല്ലാതെ ആ തുണിക്കഷണത്തെ അല്ല നമ്മളവിടെ സ്നേഹിക്കുന്നതോ നമ്മൾ ബഹുമാനിക്കുകയോ ചെയ്യുന്നത്. ആയതുപോലെയാണ് നമ്മൾ ഈ പ്രതീകാത്മകമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഏതെങ്കിലും സൃഷ്ടവസ്തു ദൈവമെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുന്നതിനെയാണ് ദൈവം ഇവിടെ വിലക്കുന്നത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. 3-ാമത് പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്. കാര്യസാധ്യത്തിനോ മറ്റോ ഒക്കെ ദൈവത്തിൻ്റെ നാമം എടുത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള വീര്യപ്രവർത്തികളെ ചെയ്യുന്നതിന് വേണ്ടി. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന് 23 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. പല ആളുകളും വന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് അന്ന് പറഞ്ഞു, ദൈവമേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറത്താക്കി വീര്യപ്രവർത്തികളെ ചെയ്തു. കർത്താവ് പറഞ്ഞാൽ, ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടുപോകുവിരുന്ന് തീർത്ത് പറയുമെന്ന് കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരൊക്കെ ദൈവത്തിൻ്റെ നാമം വൃഥാ എടുത്ത് അത് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദൈവനാമത്തെ വൃഥാ ഉപയോഗിക്കുവാൻ നമുക്ക് അവകാശമില്ല. 4, ശാബത്തിനെ ശുദ്ധീകരിക്കണം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ കണ്ടു, 6 ദിവസം യഹോവയായ ദൈവം സകലത്തെ സൃഷ്ടിച്ച് 7-ാം ദിവസം അവിടെ സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ 6 ദിവസത്തെ പ്രവർത്തനങ്ങളെ ദൈവം ശക്തീകരിച്ച ചൈതന്യം പകർന്ന ദിവസമാണ് 7-ാം ദിവസം. അതുപോലെ 6 ദിവസം ഭൂമിയിൽ നിങ്ങൾക്ക് വേല ചെയ്യാം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ദിവസമായി ആ ദിവസത്തെ കാണണം എന്നുള്ളതാണ്. ഭൂമിക്കും അല്ലെങ്കിൽ അടിമകൾക്കൊക്കെയും അന്ന് ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ അന്ന് വിശ്രമത്തിൻ്റെ ദിവസമായി അതിനെ മാറ്റണം. 5, നീ മാതാപിതാക്കളെ, ഈ ആദ്യം പറഞ്ഞ 4 കൽപ്പനകൾ ദൈവ മനുഷ്യ ബന്ധമാണ്.
ദൈവത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ ഇനി പറയുന്ന 6 കൽപ്പനകൾ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. അവിടെ പറയുന്നത് നിൻ്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം. അവർ കാണപ്പെട്ട ദൈവങ്ങളാണ്. കാരണം അവരെ നമ്മൾ നിന്ദിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെയാണ് നമ്മൾ നിന്ദിക്കുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം നമ്മുടെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിച്ചവരാണ് അവർ. ഇസ്രായേൽ ജനങ്ങളുടെ മാതാപിതാക്കളെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നവരാണ്. എന്നാൽ ജാതികളുടെ ഇടയിൽ അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നിരിക്കാം. യഹോവയായ ദൈവം പറഞ്ഞു, മാതാപിതാക്കളെ നീ ബഹുമാനിക്കാം. ഇതാണ് വാഗ്ദത്തത്തോടു കൂടിയ 10 കൽപ്പനകളിൽ വാഗ്ദത്തത്തോടു കൂടിയ ഏകകൽപ്പന ഇതാണ്. അതായത് നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സുണ്ടാകാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. 6-ാമത് പറഞ്ഞു, നീ കൊലപാതകം ചെയ്യരുത്. പുതിയ നിമിത്തം നമ്മൾ വരുമ്പോൾ ഒരു മനുഷ്യനെ ആശ്ചര്യമായി കൊല്ലുന്ന മാത്രമല്ല, മനസ്സുകൊണ്ട് വെറുക്കുന്നത് പോലും കൊലപാതകമായിട്ട് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, എനിവൺ ഹു ഹേറ്റ്സ് ഹിസ് ബ്രദർ ഈസ് മർഡറർ. സഹോദരനെ വെറുക്കുന്നവനെല്ലാം അവൻ കൊലപാതകനാണെന്ന് യോഹന്നാൻ ശ്ലീഹായും അവിടെ പറയുന്നുണ്ട്. കാരണം വേറൊരാളുടെ ജീവനെ എടുക്കുവാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് ദയാവധം പോലും ഒരിക്കലും നമ്മുടെ സഭയ്ക്ക് അത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. 7-ാമത് പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത്. അല്ലെങ്കിൽ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വലിയ നിയമമായി തന്നെ കാണാവുന്നതാണ്. ഇവിടെയും വ്യഭിചാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ പരസ്ത്രീയെ മോഹിക്കുകയൊക്കെ ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്ന കർത്താവ് മനസ്സുകൊണ്ട് അവിടെ വ്യഭിചാരം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും അത് ചെയ്യുവാൻ ഇത് പാടില്ലാത്തതാണ്. 8-ാമത് പറഞ്ഞു, നീ മോഷ്ടിക്കരുത്. നിൻ്റേതല്ലാത്ത ഒന്നിനെയും നീ സ്വന്തമാക്കരുത്. അവനവൻ്റെ അധ്വാന ഫലം അവനവൻ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കാതെ അത് പിടിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് മോഷണം തന്നെയാണ്. ഇസ്രായേൽ ജനം 430 സംവത്സരം അടിമവേല ചെയ്തപ്പോൾ അവർ കൊടുക്കുന്ന അവകാശം മിസ്രയീമിന് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവരെ മോഷ്ടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവിടുന്ന് പോരുമ്പോൾ അതൊക്കെ തിരിച്ച് ചോദിച്ച് വാങ്ങിക്കുവാനുള്ള ക്രമീകരണം ചെയ്തതിന് മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ. 9-ാമത് പറഞ്ഞ കള്ളസാക്ഷ്യം നീ പറയരുത്. സഹോദരൻ അന്യായമായി വിധിക്കപ്പെടുവാനിടയാവരുത്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കുകയാണ്. നമുക്ക് ഇത് മറ്റൊരാളെ ഒരിക്കലും കള്ളസാക്ഷ്യം പറയുവാൻ നമുക്ക് അവകാശമില്ല. ശരി ശരെന്നും ശരിയെന്നും തെറ്റെന്നും മാത്രം പറയുക എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. 10-ാമത് പറഞ്ഞു, സഹോദരനുള്ള യാതൊന്നിനെയും നീ മോഹിക്കരുത്. അല്ലെങ്കിൽ യാക്കോബ് പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പിറക്കുന്നു, പാപം മുഴിച്ചിട്ട് മരണത്തെ പ്രസവിക്കുന്നു എന്നാണല്ലോ. അപ്പം എനിക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം എനിക്ക് നൽകുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടെ ഞാൻ ജീവിക്കേണ്ട വ്യക്തിയാണ്. എനിക്ക് മറ്റുള്ളവരുടേതൊന്നും സ്വന്തമാക്കാനുള്ള അവകാശമില്ല. ഞാൻ അധ്വാനിക്കുന്നതാണ് എനിക്ക് ഭക്ഷിക്കാൻ യോഗ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ 10 കൽപ്പന ദൈവം കൊടുക്കുന്നതിൽ നമുക്കറിയാം, ആദ്യത്തെ 4 ദൈവമനുഷ്യ ബന്ധമാണ്, അവസാനത്തെ 6 മനുഷ്യ ബന്ധമാണ്. ഈ 2 ബന്ധങ്ങളാണ് നമ്മുടെ കുരിശ് സൂചിപ്പിക്കുന്നത്. വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനുമുണ്ട്. വെർട്ടിക്കൽ ലൈൻ ദൈവമനുഷ്യ ബന്ധവും ഹൊറിസോണ്ടൽ ലൈൻ മനുഷ്യ ബന്ധത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതാണ് പഴയ നിയമത്തിലെ യഹോവയായ ദൈവം ഇസ്രായേലിന് കൊടുത്ത കൽപ്പന, ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിനൊരു പുള്ളിയെങ്കിലോ നമ്മുടെ കർത്താവ് ഒരിക്കലും മാറ്റപ്പെടുത്തില്ലെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ് ഓർക്കുക. ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല പൂർത്തീകരിക്കുവാനാണ്. എന്നാൽ ഇസ്രായേൽ ജനം പിന്നീട് ഇതിൻ്റെ ആന്തരികമായ സത്യമൊക്കെ മറച്ചു കളഞ്ഞ് ഒരു ആചരണമായി അതിനെ അല്ലെങ്കിൽ വികലമായി ആചരിക്കുന്ന രീതികൾ ഇനി മുന്നോട്ട് നമുക്ക് കാണാൻ പറ്റും. യേശുക്രിസ്തു വന്നതിൻ്റെ അന്തസ്സത്ത പിന്നീട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ 2 ബന്ധങ്ങൾ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ സ്വർഗരാജ്യത്തിന് അവകാശികളായി നമുക്ക് തീരുവാൻ സാധിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും ഈ ബന്ധങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിച്ച് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 28 മുതൽ വാക്യങ്ങൾ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന അല്ലെ 10 കൽപ്പന ഏറ്റവും വലുതെന്ന് ചോദിച്ച ശാസ്ത്രിയോട് യേശു പറഞ്ഞു, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും സ്നേഹിക്കുക. ആദ്യത്തെ 4 കൽപ്പനയാണ്. ഈ ദൈവത്തെ സ്നേഹിക്കുന്ന ആർക്കും അത് 4 ലംഘിക്കാനാവില്ല. 2 നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അത് അവസാനത്തെ 6 കൽപ്പനകളാണ്. ആ അയൽക്കാരനെ സ്നേഹിക്കുന്ന ആർക്കും അതും ലംഘിക്കാനാവില്ല. അതുകൊണ്ട് ഈ കൽപ്പന പ്രകാരം ദൈവാനുഗ്രഹപ്രദമായ നല്ലൊരു ജീവിതം നയിപ്പാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.